പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ബ്രസൽസിൽ ഒക്ടോബർ 6 മുതൽ 10 വരെ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള 14ാം റൗണ്ട് ചർച്ചകൾ ഒക്ടോബർ 6 മുതൽ 10 വരെ ബ്രസൽസിൽ നടത്തും. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഈ കാര്യം അറിയിച്ചത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും എല്ലാ വിഷയങ്ങളിലും യോജിപ്പില്ലെങ്കിലും വളരെ നല്ല കരാർ കൈവരിക്കാൻ കഴിയുമെന്ന് തനിക്ക് ആശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ ടീമുകളും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനായി തീവ്രമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ഗോയൽ പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കരാറിനായി സെപ്റ്റംബർ 8 മുതൽ 12 വരെ ചർച്ചകൾ നടത്തി. ഗോയലുമായുള്ള ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്യാൻ സെഫ്കോവിക്കും യൂറോപ്യൻ കമ്മീഷൻ അഗ്രികൾച്ചർ കമ്മീഷണർ ക്രിസ്റ്റഫർ ഹാൻസെനും ഇന്ത്യയിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണെന്നും അവർക്കെതിരെ നീക്കം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നും ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് ട്രംപിന്റെ ശക്തമായ താക്കീത്. ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളിലൊന്നാണെന്നും അവർക്കെതിരെ നീക്കം നടത്തുമ്പോൾ വളരെ ശ്രദ്ധ വേണമെന്നും ട്രംപ് തുറന്നടിച്ചു. ഇസ്രായേൽ വളരെ ശ്രദ്ധിക്കണം, ഹമാസിനെതിരെ അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഖത്തർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സഖ്യകക്ഷിയാണ്, പലർക്കും അത് അറിയില്ലെന്ന് തോന്നുന്നുവെന്നായിരുന്നു ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിൽ വെച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയെ ട്രംപ് അത്താഴത്തിന് അതിഥിയായി സ്വീകരിച്ചിരുന്നു. അത്താഴ വിരുന്നിനു പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയെന്നതും ശ്രദ്ധേയമാണ്. ആക്രമണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് അറിയിക്കാനുള്ള ട്രംപിന്റെ നീക്കമെന്നായിരുന്നു പൊതുവായ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബൈയിൽ രജിസ്റ്റർ ചെയ്ത ബഹുരാഷ്ട്ര കമ്പനികളിൽ പകുതിയിലേറെയും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്. പുതിയ കമ്പനി രജിസ്ട്രേഷനുകളിൽ 138% വർധന. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്ത 58% കമ്പനികളും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. 16.1% കമ്പനികൾ രജിസ്റ്റർ ചെയ്ത യൂറോപ്പാണ് രണ്ടാം സ്ഥാനത്ത്. കഴിഞ്ഞ 6 മാസത്തിനിടെ കമ്പനി രജിസ്ട്രേഷനുകളിൽ 138% വർധന രേഖപ്പെടുത്തി. മിഡിൽ ഈസ്റ്റ്, കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് 12.9%, ആഫ്രിക്കയും US-ഉം ചേർന്ന് 6.5% എന്നിങ്ങനെയാണ് ദുബായിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ കണക്ക്. കഴിഞ്ഞ 6 മാസത്തിനിടെ കമ്പനി രജിസ്ട്രേഷനുകളിൽ 137% വർധന രേഖപ്പെടുത്തിയതായി ദുബായ് ഇന്റർനാഷണൽ ചേംബർ അറിയിച്ചു. പ്രാദേശിക രാജ്യാന്തര ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ സ്ഥാനം ദിനംപ്രതി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.